കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം ഒരു ധനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവരെ അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്കും ഞാൻ തരാം. അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോടും ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവനും അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിത്തോട്ടത്തിലെ ഉടമസ്ഥൻ അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ ഇവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ധനാറയ്ക്കല്ലേ നീ എന്നോട് സംബന്ധിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടുപോയിക്കൊള്ളുക. അവസാനം വന്ന് ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കത്തോലിക്ക തിരുസഭ വിശുദ്ധ ബെർണാഡ് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും ഒരു ഓട്ടത്തിലാണ്. അല്ലെങ്കിൽ ഈ യാത്രാമധ്യേ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും താഴ്ചകളും ഉയർച്ചകളുമുള്ള ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതിനെ ഓർത്ത് തമ്പുരാനോട് പരാതികൾ പറയുമ്പോൾ, പരിഭവങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. ഈ ഒരു സുവിശേഷത്തിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ഓരോ മനുഷ്യരെയും ആ ഒരു ശിഷ്യത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലിക്കാരെന്ന രീതിയിൽ പല സമയത്തായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ തിരുത്താനുള്ളൊരു നിമിഷം പലപ്പോഴായിട്ട് തമ്പുരാൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ, തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. കാരണം ആത്മീയ ജീവിതം പലപ്പോഴും ഒരു യാത്രയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ താഴ്ചകളും ഉയർച്ചകളും സംഭവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ്, പലപ്പോഴും സ്വയമേ തിരുത്താതെ തീരുമാനങ്ങൾ എടുക്കാതെ പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് തമ്പുരാനെ കൈപിടിച്ച് ഈ ജീവിതയാത്രയിൽ, ഒരു ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോവുക എന്നതാണ്. കാരണം ഓരോ പ്രാവശ്യവും ഈ ഒരു ആത്മീയ യാത്രയിൽ തമ്പുരാനെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട കാര്യം ദൈവാശ്രയത്തോടുകൂടി ഓരോ നിമിഷവും ആയിരിക്കുന്നതാണ്. വിശുദ്ധ ബെർണാഡ് ആണെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്നത് ദൈവാശ്രയത്വ ബോധമാണ്. ജീവിതത്തിൽ എപ്പോഴും സ്വീകരിക്കേണ്ടതും അതുതന്നെയാണ്. പലപ്പോഴും പരാതികളും അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഏതെങ്കിലും കടന്നു വരുമ്പോൾ ദൈവാശ്രയത്വ ബോധത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകും. ആ ഒരു തിരിച്ചറിവിൽ ഓരോ നിമിഷവുമാകാനും തമ്പുരാനാണ് എൻ്റെ ജീവിതത്തിൽ ഓരോന്നും കൂട്ടിച്ചേർത്തതും ഇന്നും കൈത്താങ്ങായിട്ടാണ് തമ്പുരാനാണ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്ന പക്ഷം ഓരോ നിമിഷവും ഒരു കൊച്ചു കുഞ്ഞ് തന്നെ അപ്പനും അമ്മയുടെയും കൈപിടിച്ച് ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റും. കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമ്പത്തായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ആശ്രയം വയ്ക്കുന്ന പല കാരണങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഓരോന്നും തിരിച്ചറിയാനും ദൈവാശ്രയത്വത്തോടുകൂടെ
ദൈവത്തിൻ്റെ കൈവഴിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ തരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.